കുളിമുറി പണിയുമ്പോൾ ചെറിയ കാര്യങ്ങൾക്കു പ്രാധാന്യം നൽകിയാൽ കുളിമുറി സുന്ദരവും സൗകര്യപ്രദവുമാക്കാം. വാഷ് ബേസിനും ക്ലോസറ്റും ഉൾപ്പെടുന്ന ഡ്രൈ ഏരിയ, കുളിക്കുന്ന സ്ഥലം ഉൾപ്പെടുന്ന വെറ്റ് ഏരിയ എന്നിങ്ങനെ രണ്ടായി തിരിച്ചുവേണം കുളിമുറി പണിയാൻ. കുളിമുറിയിലേക്കു തുറക്കുന്ന വാതിലിനരികിൽ വേണം ഡ്രൈ ഏരിയ വരാൻ. കുളിമുറിയുടെ വാതിലിന് ആവശ്യത്തിനു വീതിയുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പ്രായമായ ഒരാളെയോ സുഖമില്ലാത്ത ആളെയോ കുളിമുറിയിലേക്ക് നടത്തിക്കൊണ്ടുപോകുമ്പോൾ രണ്ടുപേർക്കും കടന്നുപോകാവുന്ന വീതിയുണ്ടെങ്കിൽ നന്ന്. കുളിമുറിയുടെ ഭിത്തിയിൽ ഇടവിട്ടുള്ള സ്ഥലങ്ങളിൽ നീളത്തിലുള്ള കമ്പികൾ, ഗ്രാബ് ബാറുകൾ പിടിപ്പിക്കുന്നത് നന്നായിരിക്കും. നടക്കുമ്പോൾ തെന്നി വീഴാതെ പിടിക്കാൻ ഇത് സഹായകമാകും. കുളിക്കുന്ന സ്ഥലം അല്പം ഉയരത്തിൽ കെട്ടിപ്പൊക്കിയാൽ എണ്ണ തേക്കാൻ നേരത്തും മറ്റും ഇരിക്കാനൊരു സ്ഥലമാകും. തറയിൽ സാധാരണ ടൈലുകൾക്കിടയിൽ ഒരു ടൈലിന്റെ ഭാഗത്ത് കരിങ്കല്ല് പാകിയാൽ കാലുരച്ചു കഴുകാം. കുളിമുറി കാറ്റും വെളിച്ചവും കടക്കുന്ന തരത്തിൽ നിർമ്മിക്കുവാൻ ശ്രദ്ധിക്കണം. മുകളിൽ ഒരു വെന്റിലേറ്റർ എന്ന ട്രെൻഡ് മാറി. കുളിമുറിയിൽ മുഴുനീള ജനാലകളാണ് ഇപ്പോൾ പണിയുന്നത്. കുളിക്കുമ്പോൾ ജനൽ മൂടിയിടാവുന്ന തരത്തിലുള്ള കർട്ടനോ ബ്ലൈൻഡുകളോ ഉപയോഗിച്ചാൽ മതിയാകും. പുറത്തുനിന്ന് അകത്തേക്ക് കാണാൻ സാധിക്കാത്ത ഗ്ലാസ് ബ്ലോക്കുകളും ഉപയോഗിക്കാം. വെളിച്ചവും കാറ്റും കയറിയിറങ്ങുന്ന കുളിമുറികളിൽ വളർത്തുചെടി വെച്ച് അല്പം പച്ചപ്പ് നിറയ്ക്കുന്നതും മനസ്സിനു കുളിർമ നൽകും.